അതെ, ഇതൊരു സൂചനയാണ്. ശബ്ദിക്കേണ്ടവർ വേണ്ട വിധത്തിൽ ശബ്ദിച്ചാൽ, പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധം അറിയിക്കേണ്ടിടത്ത് അറിയിച്ചാൽ അനീതി നീതിക്ക് വഴിമാറുമെന്ന സൂചന. മാറി മാറി വന്ന LDF UDF സർക്കാരുകളുടെ കാലത്ത് തുടർന്നു വന്ന തികച്ചും അധാർമികമായ ആ തീരുമാനം, ന്യൂനപക്ഷ അവകാശങ്ങൾ 80-20 എന്ന തോതിൽ വിതരണം ചെയ്യണം എന്ന തീരുമാനം ഹൈക്കോടതി ഇന്ന് റദ്ദാക്കിയിരിക്കുന്നു. ആ അനീതിയെ ചോദ്യം ചെയ്ത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ ഹൈക്കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് ക്രൈസ്തവ സമുദായത്തിനും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങൾക്കും ഒട്ടാകെ പ്രയോജനം ലഭിക്കുന്ന വിധി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കൊടിയ അനീതിയെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ച, നീതിക്ക് വേണ്ടി വാദിച്ച എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ അതിനുവേണ്ടി പിന്നിൽ നിന്ന് കൂട്ടായി പ്രവർത്തിച്ചവർക്കും ഷെക്കീന ന്യൂസ് ചാനലിന്റെ അഭിനന്ദനങ്ങൾ. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഇനി മുതൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ലാതെ നീതിപരമായി വീതിക്കപ്പെടും. എത്രയോ കാലിക പ്രസക്തമായ ഹൈക്കോടതി ഇടപെടലാണിത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാനുപാതത്തിൽ വിതരണം ചെയ്തു വരുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഇവിടെ കേരളത്തിൽ വർഷങ്ങളായി വിതരണം ചെയ്തിരുന്നത് തികച്ചും അധാർമികമെന്ന് എടുത്തു പറയേണ്ട 80-20 എന്ന യാതൊരു യുക്തിക്കും ചേരാത്ത അനുപാതത്തിലായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ നടന്നുകൊണ്ടിരുന്നത് വളരെ വിചിത്രവും പക്ഷപാതപരവും അനീതിപരവുമായ പ്രവണതകളും പ്രവർത്തനങ്ങളുമാണ് എന്ന് പലതവണ ഞങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഷെക്കീന ന്യൂസ് ചാനലിനും ഇത് അഭിമാന നിമിഷങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം തുടർച്ചയായി ടെലിവിഷൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും നടന്ന ചർച്ചകളിലൂടെയും പ്രോഗ്രാമുകളിലൂടെയും പറഞ്ഞ സത്യം കേരള സംസ്ഥാനത്തിലെ പരമോന്നത കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ന്യൂനപക്ഷ വിവേചനങ്ങൾക്ക് അറുതി വരുമോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു NPGRC ചെയർമാൻ ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ, CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി തോമസ്, യുവജന പ്രതിനിധി ശ്രീ അമൽ സിറിയക്. ഇനി കേരള സർക്കാരിനോടും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയോടുമാണ് പറയാനുള്ളത്. വർഷങ്ങളായി മുസ്ലിം ഇതര സമുദായങ്ങൾക്ക് നീതി നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഹൈക്കോടതി ഇടപെടൽ വഴി നീതി നടത്തിക്കൊടുക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഈ വിധി അതേപടി അംഗീകരിച്ച് ഇതര സമുദായങ്ങൾക്കും നീതി നടപ്പാക്കി കൊടുക്കുവാൻ കേരള സർക്കാരും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയും തയ്യാറാകണം. അപ്പോഴേ മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുത്തത് വഴി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും തുല്യനീതി ലഭിക്കുമെന്ന പ്രതീക്ഷ സഫലമായി മാറുകയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ നീതിയോടൊപ്പം നിലകൊള്ളുമെന്ന് തന്നെയാണ് പൊതുസമൂഹവും വിശ്വസിക്കുന്നത്.